Last line. All over the country, we see people who believe something but don't have the courage to say it. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ അത് പറയാനുള്ള വിശ്വാസം ഉണ്ടാവാറില്ല. അത് ഭീരുത്വമായാണ് ഞാൻ കണക്കാക്കുന്നത്. But great nations are not built in silence. വലിയ രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് നിശബ്ദതയിലല്ല. Great nations, great people are built when they express their views, their opinions, and fight for their views and their opinions. വലിയ രാജ്യങ്ങളും വലിയ വ്യക്തിത്വങ്ങളും ഉണ്ടാകുന്നത് തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ, അവര് ശക്തമായ അവരുടെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം രേഖപ്പെടുത്തുമ്പോഴാണ്. Embedded in the culture of silence is also the idea of greed. നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീക്കിൽ അധിഷ്ഠിതമായ, രാജ്യത്തിൽ അധിഷ്ഠിതമായ greed, not greed. ആർത്തിയിൽ നിഷ്ഠിതമായ ഒരു ശൈലിയാണ്. That it does not matter what is happening as long as I am getting what I need. I don't need to say anything. I can watch people being humiliated, people being murdered, people being killed. As long as I'm okay, everything is okay. That culture of greed. സ്വന്തമായി കാര്യങ്ങൾ നടക്കുന്നിടത്തോളം എന്റെ കാര്യം മാത്രം നോക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായാണ് ഈ ആർത്തി എന്ന് പറയുന്ന ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. And like all great people, she is humble. എല്ലാ വലിയ വ്യക്തിത്വങ്ങളും പോലെ, എല്ലാ മഹാരാജന്മാരെയും പോലെ ലീലാവതി ടീച്ചറും ഏറ്റവും കുലീനത പാലിക്കുന്ന, ജീവിതം മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. Simple and humble. സിമ്പിൾ ആൻഡ് ഹംബിൾ, വളരെ കുലീനമായ, വളരെ സാധാരണ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ്. And I saw a little bit of spirit of Kerala also in her.